Hi all, welcome back to the class of Mechanics of Solids. Today we are going to study about the portion Thermal Stresses in Composite Bars. Last ഡേയിൽ നിങ്ങൾ thermal stress എന്താണെന്ന് പഠിച്ചിരുന്നു. എന്താണ് ഒരു thermal stress? നമ്മളൊരു ബോഡിയിലേക്ക് ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ if the body is restricted for free expansion or contraction, there induces a special type of stress known as thermal stresses. എന്താണ്, നമ്മളൊരു ബോഡിയിലേക്ക് ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുകയും ആ ബോഡിയുടെ എക്സ്പാൻഷൻ അഥവാ കംപ്രഷൻ അല്ലെങ്കിൽ കൺട്രാക്ഷൻ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആ ബോഡിക്കുള്ളിലേക്ക് സ്ട്രെസ്സസ് ഇൻഡ്യൂസ്ഡ് ആവും. ആ സ്ട്രെസ്സിനെ ആണ് നമ്മൾ തെർമൽ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് തെർമൽ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്? ടെമ്പറേച്ചർ മൂലമാണ് ഈ എക്സ്പാൻഷൻ അഥവാ കൺട്രാക്ഷൻ നടക്കാൻ ചാൻസ് ഉള്ളത് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ തെർമൽ സ്ട്രെസ്സസ് എന്ന് വിളിക്കുന്നത്. നമുക്കിന്ന് കോമ്പോസിറ്റ് ബാർസിൽ തെർമൽ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഹിയർ ഇൻ ദ ഫിഗർ I have given a composite bar which is made up of brass and steel. സ്റ്റീലും ബ്രാസും കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു കോമ്പോസിറ്റ് ബാർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് റിജിഡ്ലി ഫിക്സഡ് അറ്റ് ദ ബോട്ടം. ബോട്ടത്തിൽ അത് റിജിഡ്ലി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സിൻസ് ദ ബാർ ഈസ് റിജിഡ്ലി ഫിക്സ്ഡ് ഇൻ ദിസ് ബോട്ടം, ഡെഫിനറ്റ്ലി എ തെർമൽ സ്ട്രെസ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദിസ് കോമ്പോസിറ്റ് ബാർ. അത് ബോട്ടത്തിൽ റിജിഡായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു തെർമൽ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആവും. ആൻഡ് ഹെൻസ് ദ കോമ്പോസിറ്റ് ബാർ ആസ് എ ഹോൾ വിൽ എക്സ്പാൻഡ് ബൈ ദ സെയിം എമൗണ്ട്. റിജിഡ്ലി ബോട്ടത്തിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ബാറ് എക്സ്പാൻഡ് ചെയ്യുന്നതും സെയിം ആയിട്ടായിരിക്കും, ഒരു ഹോൾ യൂണിറ്റ് ആയിട്ടായിരിക്കും എക്സ്പാൻഡ് ചെയ്യുന്നത്. സെയിം എമൗണ്ടിൽ തന്നെ എക്സ്പാൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ആൽഫ ബി ഗ്രേറ്റർ ദാൻ ആൽഫ എസ് ആയിരിക്കും. where alpha b is the coefficient of thermal expansion for brass and alpha s is the coefficient of thermal or linear expansion for steel. നമ്മൾ ഈ കോമ്പോസിറ്റ് ബാറിനെ സർട്ടൻ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്യുകയാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ ഉള്ള രണ്ട് കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഒന്ന്, നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഫോർ ബ്രാസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് coefficient of linear expansion for steel, and also let sigma b be the compressive stress which is induced in brass and sigma s is the tensile stress induced in steel. ബ്രാസിൽ കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും ഇൻഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും ഇൻഡ്യൂസ് ചെയ്യുക. Now let AB be the area of cross section of brass, sigma b stress in brass, epsilon b strain in brass, alpha b coefficient of linear expansion of brass, EB Young's modulus for brass, AS area of cross section of steel, sigma s stress in steel, alpha s coefficient of linear expansion for steel, ES Young's modulus of steel, and delta b the actual expansion for the entire composite bar. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോന്നിൻ്റെ ഏരിയയും സ്ട്രെസ്സിനെയും സ്ട്രെയിനിനെയും കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷനെയും യങ്സ് മോഡുലസിനെയും എല്ലാം നമ്മൾ ഓരോ പേരിട്ട് റെപ്രസെൻ്റ് ചെയ്തു. ഇനി നമുക്കറിയാവുന്നൊരു കാര്യമാണ്, നമ്മുടെ ഈ കോമ്പോസിറ്റ് ബാറിനെ നമ്മൾ റിജിഡ്ലി ബോട്ടത്തിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഹോൾ യൂണിറ്റ് ആയിട്ടായിരിക്കും എക്സ്പാൻഡ് ചെയ്യുക. സെയിം എമൗണ്ടിൽ തന്നെയായിരിക്കും അത് എക്സ്പാൻഡും ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി നൗ വി ഹാവ്, നമുക്കറിയാം ലോഡ് ഓൺ ബ്രാസ് ഈസ് ഈക്വൽ ടു, ലെറ്റ് ഇറ്റ് ബി പി ബി, വിച്ച് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ, വെയർ സിഗ്മ ബി ഈസ് ദ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ ബ്രാസ് ആൻഡ് എ ബി ഈസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ബ്രാസ്. ആൻഡ് ഓൾസോ ലോഡ് ഓൺ സ്റ്റീൽ. സ്റ്റീലിലെ ലോഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? സ്ട്രെസ് ഇൻറ്റു ഏരിയ ഓഫ് സ്റ്റീൽ, വെയർ സിഗ്മ എസ് എന്ന് പറയുന്നത് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ സ്റ്റീൽ ആൻഡ് എ എസ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സ്റ്റീൽ അല്ലേ. നമുക്കതുപോലെ അറിയാവുന്നൊരു കാര്യമാണ്, ലോഡ് ഇൻ ബ്രാസ് വിൽ ബി ഈക്വൽ ടു ലോഡ് ഇൻ സ്റ്റീൽ.
കാര്യം എന്താ, റിജിഡ്ലി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ എക്സ്പാൻഷൻ നടന്നാലും കൺട്രാക്ഷൻ നടന്നാലും ഹോൾ യൂണിറ്റ് ആയിട്ടായിരിക്കും അത് നടക്കുക. സോ നമുക്ക് എങ്ങനെ എഴുതാം, സിഗ്മ ബി എ ബി ഇസ് ഈക്വൽ ടു സിഗ്മ എസ് എ എസ് എന്ന് എഴുതാം അല്ലേ. ഇവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടി അല്ലേ. സോ as according to the concept of composite bars, the load in one material of the composite bar will be equal to the load induced in load shared by the other material of the bar. Now we have the load on brass. നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന രണ്ട് മെറ്റീരിയൽസ് ബ്രാസും സ്റ്റീലും ആണ്. സോ ബ്രാസിലുള്ള ലോഡ് വിച്ച് ഇസ് ഈക്വൽ ടു സ്റ്റീലിലുള്ള ലോഡിന് ഈക്വൽ ആയിരിക്കും. നമ്മൾ എങ്ങനെയാണ് അതിനെ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്, സിഗ്മ ബി എ ബി ഈസ് ഈക്വൽ ടു സിഗ്മ എസ് എ എസ്, where sigma b is the stress induced in brass and AB is the area of cross section of brass. Sigma S is the stress induced in steel and AS is the area of cross section of steel. നമ്മളിവിടെ ലോഡിനെ സ്ട്രെസ്സിൻ്റെയും ഏരിയൻ്റെയും ടേംസിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇക്വേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം, ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റീലിൻ്റെ എക്സ്പാൻഷൻ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. സ്റ്റീലിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീലും എക്സ്പാൻഷൻ ഡ്യൂ ടു ടെൻസൈൽ സ്ട്രെസ്സസ് ഇൻഡ്യൂസ്ഡ് ഇൻ സ്റ്റീലിൻ്റെയും കൂടെ സം ആയിരിക്കും. നമുക്കറിയാം, ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു, ഇതൊരു യൂണിറ്റ് ആയിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്, സെയിം എമൗണ്ടിൽ തന്നെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. സ്റ്റീലിനെ നമ്മൾ ടെൻസൈൽ നേച്ചറിലെ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്നതായും ബ്രാസിൽ കംപ്രസീവ് നേച്ചറിലുള്ള സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്നതായിട്ടും കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സ്റ്റീലിൻ്റെ ആക്ച്വൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് വിച്ച് ഇസ് ദ സം ഓഫ് ഫ്രീ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ ആൻഡ് ദ എക്സ്പാൻഷൻ ഡ്യൂ ടു ദ ടെൻസൈൽ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ സ്റ്റീൽ. സിമിലർലി ബ്രാസിലെ ആവുമ്പോഴോ ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ബ്രാസിൻ്റെയും എക്സ്പാൻഷൻ ഡ്യൂ ടു കംപ്രസീവ് സ്ട്രെസ് ഇൻ ബ്രാസിൻ്റെയും കൂടെ സം ആയിരിക്കും. കംപ്രസീവ് ആകുമ്പോൾ ഇവിടെ എന്താ, നെഗറ്റീവ് സൈൻ ആവും നമ്മൾ എടുക്കുക. അതുകൊണ്ട് തന്നെ ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ് ഈസ് ഈക്വൽ ടു ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ് മൈനസ് എക്സ്പാൻഷൻ ഡ്യൂ ടു കംപ്രസീവ് സ്ട്രെസ് വിച്ച് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ബ്രാസ് ആയിരിക്കും നമ്മൾ എടുക്കുക. നമുക്ക് ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ നോക്കാം. ഫ്രീ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീലിനെ നമുക്ക് എങ്ങനെ എഴുതാം, ആൽഫ എസ് ഇൻറ്റു ടി എൽ എന്ന് എഴുതാം അല്ലേ. എക്സ്പാൻഷൻ ഡ്യൂ ടു ടെൻസൈൽ സ്ട്രെസ് ആകുമ്പോഴോ സിഗ്മ എസ് divided by ES into L. ഫ്രീ എക്സ്പാൻഷനെ നമുക്ക് ആൽഫ എസ് ഇൻറ്റു ടി എൽ, നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. ഫ്രീ എക്സ്പാൻഷൻ ഓഫ് എ മെറ്റീരിയൽ ഈസ് ഇക്വൽ ടു ആൽഫ ടി എൽ എന്ന് തെർമൽ സ്ട്രെസ് പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു. ഇവിടെ ആൽഫ എസ് ടി എൽ എന്നായിരിക്കും നമ്മൾ എടുക്കുക. കാര്യം എന്താ, ആൽഫ എസ് ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഫോർ സ്റ്റീൽ, ടി എന്ന് പറയുന്ന റൈസ് ഇൻ ടെമ്പറേച്ചർ ആണ്, എൽ എന്ന് പറയുന്ന ആക്ച്വൽ ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ആണ്, പ്ലസ് എക്സ്പാൻഷൻ ഡ്യൂ ടു ടെൻസൈൽ സ്ട്രെസ് ആണ്. സോ എക്സ്പാൻഷൻ ഡ്യൂ ടു ടെൻസൈൽ സ്ട്രെസ്, സ്ട്രെസ്സിനെ നമ്മളിവിടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റീൻ്റെയും ലെങ്തിൻ്റെയും ടേംസിൽ എഴുതിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് സിഗ്മ എസ് ഡിവൈഡഡ് ബൈ ഇ എസ് ഇൻറ്റു എൽ അല്ലേ, രണ്ടിൻ്റെയും കൂടെ സം. അതേപോലെ തന്നെ ബ്രാസിലാവുമ്പോഴോ ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ് ഈസ് ഇക്വൽ ടു ആൽഫ ബി ടി എൽ മൈനസ് സിഗ്മ ബി ഡിവൈഡഡ് ബൈ ഇ ബി ഇൻറ്റു എൽ എന്ന് എഴുതാം അല്ലേ. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ സ്റ്റീലിൻ്റെ ആക്ച്വൽ എക്സ്പാൻഷനും ബ്രാസിൻ്റെ ആക്ച്വൽ എക്സ്പാൻഷനും നമ്മളിവിടെ ഇക്വേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കപ്പോൾ ഇക്വേറ്റ് ചെയ്യാം. ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ. അതിനെ എങ്ങനെ എഴുതാൻ പറ്റും, ആൽഫ ബി ടി എൽ മൈനസ് സിഗ്മ ബി ബൈ ഇ ബി ഇൻറ്റു എൽ which is equal to alpha s TL plus sigma s by ES into L എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഇതിനകത്ത് നമ്മൾ കോമൺ ടേംസിനെ എല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സിഗ്മ ബി ഇൻറ്റു ടി മൈനസ് ആൽഫ ബി ഇൻറ്റു ടി മൈനസ് സിഗ്മ ഡിവൈഡഡ് ബൈ ഇ ബി ഈക്വൽ ടു ആൽഫ എസ് ഇൻറ്റു ടി പ്ലസ് സിഗ്മ എസ് ഡിവൈഡഡ് ബൈ ഇ എസ് എന്ന് കിട്ടും. ഇവിടെ ആൽഫ ബിയും ആൽഫ എസും എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ അഥവാ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഫോർ
ബ്രാസ് ആൻഡ് സ്റ്റീൽ റെസ്പെക്റ്റീവ്ലി. ടി എന്ന് പറയുന്ന റൈസ് ഇൻ ടെമ്പറേച്ചറും സിഗ്മ ബിയും സിഗ്മ എസും എന്ന് പറയുന്നത് ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും. ബ്രാസിൽ ഇൻഡ്യൂസ് ചെയ്ത കംപ്രസീവ് സ്ട്രെസ്സും സ്റ്റീൽ ഇൻഡ്യൂസ് ചെയ്ത ടെൻസൈൽ സ്ട്രെസ്സും. അതുപോലെ തന്നെ ഇ ബിയും ഇ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാസിൻ്റെയും സ്റ്റീലിൻ്റെയും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സോ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോമ്പോസിറ്റ് ബാർസിലെ തെർമൽ സ്ട്രെസ്സസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ന്യൂമറിക്കൽസ് ചെയ്യാൻ നമ്മൾ ഈ ഇക്വേഷൻസ് ആവും യൂസ് ചെയ്യുക. ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഓക്കെ, താങ്ക് യു. ഈ ഒരു പോർഷൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഇക്വേഷൻസ് എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാ ഇക്വേഷൻസും പഠിക്കുക, എന്നാലേ നമുക്ക് ന്യൂമറിക്കൽസ് ചെയ്യാൻ പറ്റൂ. കോൺസെപ്റ്റ് പറയുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇവിടുത്തെ കോൺസെപ്റ്റ് എന്താ? നമ്മുടെ രണ്ട് കോമ്പോസിറ്റ് പാറിലിരിക്കുന്ന രണ്ട് മെറ്റീരിയലിലേക്കും ഷെയർ ചെയ്യുന്ന ലോഡ് ഈക്വലാണ്. അതേപോലെ തന്നെ അവിടുത്തെ ആക്ച്വൽ എക്സ്പാൻഷനും ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് കോൺസെപ്റ്റാണ് നമ്മൾ തെർമൽ സ്ട്രെസ്സസ് ഇൻ കോമ്പോസിറ്റ് ബാർസിൽ എടുക്കുക. ലോഡ് ഷെയർ ചെയ്യുന്നത് ഈക്വൽ ആയിരിക്കും. അതുപോലെ ആക്ച്വൽ എക്സ്പാൻഷൻ, മെറ്റീരിയൽസിൻ്റെ ആക്ച്വൽ എക്സ്പാൻഷനും ഈക്വൽ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.